കടയുടെ ഗ്ലാസ് പൊട്ടുമ്പോ അതിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുമ്പോ എന്റെ പൊന്നു മച്ചാമര അത് പറക്കിയിട്ട് പെരേക്ക് പോവാതെ നിങ്ങൾക്കും അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുകൾ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ സഹായിക്കിട്ടാ. ഈ കാണുന്ന ഷോപ്പിലല്ലേ ഷൂവിന്റെ ഷോപ്പ്, ചെരുപ്പിന്റെ ഷോപ്പ്, ഡ്രസ്സിന്റെ ഷോപ്പിന്റെ ഒക്കെ ഗ്ലാസ് പൊട്ടിയിട്ട് സാധനങ്ങൾ പുറത്തേക്ക് പോയി. എല്ലാ പന്നിയാളും വന്നിട്ടുണ്ടല്ലോ മച്ചാന്മാരെ കവറിലും ചാക്കിലും വന്നിട്ട് കെട്ടിയിട്ട് കൊണ്ടുപോവുക. നമ്മള് കണ്ണിന്റെ മുന്നിൽ നോക്കി നിൽക്കുക. എടുക്കലേന്ന് പറയുമ്പോഴും അതിനൊരു പുല്ല് വില. കിട്ടിയ അവസരം ആ കടയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ മൊത്തം പറക്കിയിട്ട് പെരയെ കൊണ്ടുപോയി വെച്ചേക്കുക. ആ എന്ത് കാട്ടാനങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എത്ര ചെരുപ്പ് കിട്ടും? ഇതൊക്കെ കൂടിയിട്ട് ആർക്ക് കൊടുക്കും? നിങ്ങൾ നാട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുത്ത് കച്ചവടം ഉണ്ടാക്കുക. കാരണം അതൊരുത്ത അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഉണ്ട്. അത് അവര് ഷോപ്പ് ഇട്ടതാ. അത് എന്താ പറയാ, നിർഭാഗ്യവശാൽ മഴ വന്ന് വെള്ളം കയറി അതിന് ഗ്ലാസ് പൊട്ടി പുറത്തേക്ക് വന്ന് ആ കിട്ടിയ അവസരത്തിൽ അതൊക്കെ കൂടി പറക്കിയിട്ട് കൊണ്ടുപോയല്ല ചെയ്യേണ്ടത്. നാളെ മറ്റൊന്ന് നിങ്ങൾക്കും ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരും. അത് മനസ്സിലാക്കി. അല്ലാണ്ട് ഒരുത്തൻ ചാഞ്ഞ് കെടുക്കുമ്പോ അല്ലെങ്കിൽ ഒരുത്തൻ തളർന്ന് കെടുക്കുമ്പോ അവന്റെ മേല് ചവിട്ടി കൂട്ടിയല്ല. കിട്ടിയ അവസരത്തിൽ എല്ലാം കൂടി പറക്കി കൊണ്ടേക്കുക, ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോവുക. കണ്ണിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞ് എടുക്കലെന്ന് പറയുമ്പോ അതിനൊരു പുല്ല് വില തരിക. എന്നിട്ട് അതൊക്കെ പറക്കി കൊണ്ടുപോവുക. ഒന്ന് ആലോചിച്ച് നോക്കും. ഇവരൊക്കെ ചിന്ത എന്താന്ന് ആലോചിച്ച് നോക്കും നിങ്ങള്. കഷ്ടം കിട്ടാ. വല്ലാത്ത ജാതി ആൾക്കാരെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആ ഷൂവിന്റെ ഷോപ്പിന്റെ ഡ്രസ്, ഷൂ, ചെരുപ്പ് ഒക്കെ പൊട്ടി ഗ്ലാസ് അതിനൊക്കെ പറക്കിയിട്ട് കൊണ്ടേക്കുക. വലിയ സ്വന്തക്കാരെ കടയിൽ നിന്ന് എടുത്തോണ്ട് പോലെ. ഓ ഏടാ അവിടുന്ന് പന്നിയാളെ വലിയ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മളെ അസുഖം എപ്പോഴാ വിട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മ പറയുന്നത് കാണിക്കുന്ന ഒരു മര്യാദ ഉണ്ട്. നമ്മളെ പരിപാടികളൊക്കെ നടക്കട്ടെ. നമ്മളിവിടെയൊക്കെ തന്നെ അടിച്ചതറട്ടെ.